നമസ്കാരം. ഈ അടുത്ത കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ സംഘർഷം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കേട്ടിട്ടുണ്ടായിരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഗവർണർ വരികയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2 ദിവസം തങ്ങുകയും ചെയ്യേണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസും ഒക്കെ ഉണ്ടായി. വിദ്യാർത്ഥി നേതാക്കൾ അവിടെ കരിങ്കൊടി ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയൊക്കെ ഉണ്ടായി. വളരെ ഇഷ്യൂ ആയിട്ട് അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാർ ആക്രമിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. അപ്പോൾ ഇത് വളരെ വലിയൊരു ഗുരുതര ആരോപണത്തിലേക്കാണ് നയിക്കുന്നത്. കാരണം ഈ ഒരു അദ്ദേഹത്തിൻ്റെ കാറ് ആക്രമിക്കുന്ന ദൃശ്യമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ ഈ നേതാക്കൾക്ക്, ഈ വിദ്യാർത്ഥി നേതാക്കൾക്ക് ഭാവിയിൽ വളരെ വലിയ ദോഷമാണ് വരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകളോ വരുംവരായികളോ അറിഞ്ഞിട്ടായിരിക്കില്ല ഈ കുട്ടികൾ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നിട്ടുണ്ടാവുക. രാഷ്ട്രീയ പാർട്ടികളെല്ലാം നല്ലതാണ്, പ്രക്ഷോഭങ്ങൾ നല്ലതാണ്, സമരങ്ങൾ നല്ലതാണ്. പക്ഷേ അതിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ കളഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അനുയോജ്യമല്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സെക്ഷൻ 124A പ്രകാരം, ഇത്തരത്തിലുള്ള പീനൽ കോഡ് പ്രകാരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ആക്രമണങ്ങളെല്ലാം തന്നെ വലിയ ഗുരുതര ആരോപണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ 124A എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലത്തുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇതിന് പല ആരോപണങ്ങളും ഉണ്ടെങ്കിൽ പോലും നിലനിൽക്കുന്ന 124 സെക്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിലെ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രം ലഭിക്കുന്ന ആനുകൂല്യമാണ്. പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ 124 പ്രകാരം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിക്കും ഗവർണറിനും എതിരെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾക്ക് ഉള്ള പണിഷ്മെൻ്റാണ്. അപ്പോൾ ഭാവിയിൽ അത് രാജ്യദ്രോഹം വരെയാണ്, രാജ്യത്തിൻ്റെ ദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്ന രീതിയിലേക്ക് വരെ ഈ ഒരു കേസ് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നേതാക്കളുടെ ജീവിതം ഇനി ഭാവിയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ കാലത്തും ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതം ഉണ്ടാവണമെന്നില്ല, ഭാവിയിലൊരു ജീവിതമുണ്ടാവും. ഇപ്പോൾ ഇവരുടെ ചോരത്തിളപ്പിൻ്റെയൊക്കെ പുറത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് ഉള്ളതാവരുത് എന്ന് നമ്മൾ ഓർക്കണം. കാരണം ഇവിടെ നഷ്ടപ്പെടുന്നത് ഈ പാവം നേതാക്കൾക്ക് മാത്രമാണ്. അവരുടെ മറ്റുള്ള മേലുദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കോ ഒന്നും ഉണ്ടാവില്ല. നഷ്ടം ഇവർക്ക് മാത്രമാണ്. പലരും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന സാധാരണ മക്കളായിരിക്കാം. അപ്പം ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഒരു നല്ല സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനോ, അവരാഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാനോ, വിദേശത്ത് പോകാൻ പോലും അവർക്ക് ഭാവിയിൽ തടസ്സമുണ്ടായേക്കാവുന്ന സെക്ഷനാണ് 124 എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പലർക്കും ഇല്ല. അതുപോലെ തന്നെ ഗവർണർ രാഷ്ട്രപതി എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പൊസിഷനാണ് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. അപ്പോൾ അതിനെയൊക്കെ ബഹുമാനിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശനം നടത്താം, നിങ്ങൾക്ക് പ്രചരണം നടത്താം, ഗവർണർക്കെതിരെ പ്രചരണം നടത്താം, വിമർശിക്കാം, ഗവർണർക്കോ പ്രധാനമന്ത്രിക്കോ ആർക്കെതിരെയും. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണം നയിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെയാണ് ദോഷം ചെയ്യുക എന്നുള്ളത് ദയവ് ചെയ്ത് വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ എല്ലാവർക്കും നല്ലതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലതാണ്. രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവണം, രാഷ്ട്രീയ തൽപരരാവണം എല്ലാ ജനങ്ങളും എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ കൂടിയും നമ്മുടെ ജീവിതം കഴിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയം മതി. ഭാവിയിൽ അത് നമുക്ക് ദോഷം ചെയ്യും എന്ന് കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നഷ്ടം ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഭാവിയിൽ അവരെ മാത്രമാണ് അത് വേട്ടയാടുക എന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ കഴിയും, പക്ഷേ ഇനി ഇവർക്ക് ഭാവിയിൽ ഒരു വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു ഗവൺമെൻറ് ജോലി സർവീസിൽ കയറാനോ ഒരിക്കലും ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തിയാണ്. കോൺഗ്രസ്സിലും അതുപോലെ തന്നെ ജനതാളിലും BJPയിലും ഒക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ജാമിയ മില്ല സർവകലാശാലയിലെ ഒരു സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ്. ഈ കുട്ടികൾക്ക്, വിദ്യാർത്ഥി സമൂഹത്തിനെതിരെ പോലീസ് ഈ ഒരു സമയത്ത് കേസെടുക്കാൻ മടിച്ചിരുന്നു. അവർ 124 ചുമത്തിയിരുന്നില്ല.
വളരെ ചെറിയ വകുപ്പുകൾ മാത്രം ചുമത്തിയിട്ടാണ് ഈ നേതാക്കളെ അവർ ജയിലിൽ അടച്ചിരുന്നത്. പക്ഷേ ഗവർണർ പോസ്റ്റ് എഴുതുകയും 124 സെക്ഷൻ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി അവരുടെ ഭാവി നമുക്ക് കണ്ടറിയാം. ഇനിയെങ്കിലും വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കണം, രാഷ്ട്രീയം വേറെ, ജീവിതം വേറെ എന്ന്. താങ്ക് യു. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.